ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ബീഹാറിൽ ക്ഷേത്രം നിർമ്മിക്കാൻ കിന്നർ വെൽഫെയർ ബോർഡ് ഒരുങ്ങുകയാണ്. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കിന്നർ വെൽഫെയർ ബോർഡ് നൽകിയത്. എന്താണെന്നതിന് കാരണം, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായുള്ള മോദി സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക അംഗീകാരത്തിനും നന്ദി സൂചകമായിട്ടാണ് ഈ ഒരു തീരുമാനം. അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തെല്ലാം ട്രാൻസ്ജെൻഡേഴ്സിനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ അവരെ പുച്ഛിച്ചു വിടുന്ന, അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാത്ത ഒരു സമീപനമായിരുന്നു കോൺഗ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ട്രാൻസ്ജെൻഡേഴ്സ് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ 2014 നരേന്ദ്രമോദി ഭാരതത്തിൽ പ്രധാനമന്ത്രിയെ എത്തുന്നു. ഭാരതത്തിൽ ഭരണം BJPയുടെ ഭരണത്തിലേക്ക് എത്തിയതോടുകൂടി ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു വലിയ രീതിയിലുള്ള ഒരു പദ്ധതികൾ, അല്ലെങ്കിൽ അവർക്കൊരു മുൻഗണന എന്ന രീതിയിൽ അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് മോദി സർക്കാർ പലതരത്തിലുമുള്ള പദ്ധതികൾ, പലതരത്തിലുമുള്ള ക്ഷേമ പദ്ധതികൾ, പലതരത്തിലുമുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഒരു ആദര സൂചകമായി, ഒരു ബഹുമാന സൂചകമായി മോദിക്ക് ബീഹാറിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഒരു നന്ദി സൂചകമായി ബീഹാറിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിമയൊക്കെ വെച്ച് കൊണ്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഒരു നീക്കം ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ സ്വർണ്ണ പ്രതിമ സ്ഥാപിക്കുമെന്നും ഇതിനായി ഭൂമി അനുവദിക്കുമെന്നും ബോർഡ് അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 മോദി സർക്കാർ ട്രാൻസ്ജെൻഡർ സംരക്ഷണ നിയമം നടപ്പിലാക്കിയതോടെ നമ്മുടെ വിധി മാറ്റിമറിച്ചുവെന്നാണ് ബീഹാർ സംസ്ഥാന കിന്നർ ക്ഷേമ ബോർഡ് അംഗമായ രാജൻ സിംഗ് പറയുന്നത്. ആ 2019 മുമ്പ് വരെ ട്രാൻസ്ജെൻഡേഴ്സിനെ അടക്കം നമ്മുടെ ഭാരതത്തിലെ ആളുകൾ ആക്രമിക്കുകയും അവരെ കൊല്ലുകയും നിഷ്ഠൂരമായി അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ 2019 അവർക്കൊരു സുരക്ഷാ നിയമം കൊണ്ടുവന്നതിന് ശേഷം ട്രാൻസ്ജെൻഡേഴ്സിനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കേസ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ നിയമ നടപടികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ നിയമ നടപടികളൊക്കെ നിങ്ങൾ പാലിക്കേണ്ടി വരും എന്നുള്ള ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ കിന്നർക്ക് നേരെ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ഒരു കുറവുണ്ടായത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നന്ദി സൂചകമായിട്ടാണ് മോദിക്ക് ഒരു ക്ഷേത്രം, ബീഹാറിൽ ഒരു ക്ഷേത്രം പണിയാനുള്ള ഒരു നീക്കം നടക്കുന്നത്. 2019 മുമ്പ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നുള്ള ഒരാൾ സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ആകുമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു? ആ കാലത്ത്, അതായത് കോൺഗ്രസിന്റെ കാലത്തൊന്നും തന്നെ ഇവർക്ക് പലതരത്തിലുമുള്ള ഒരു ആനുകൂല്യം വേണമെന്നൊക്കെ പറയുമ്പോഴെങ്കിലും ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് പരിഗണിക്കാമെന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇവർക്ക് ആനുകൂല്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇവർക്കൊരു മുൻഗണന വേണം, ഇവർക്ക് സ്വന്തമായി അധ്വാനിക്കാനുള്ള സംവിധാനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് മോദി സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇൻസ്പെക്ടറായിട്ട്, പോലീസ് ഇൻസ്പെക്ടറായിട്ടും ഡോക്ടറായും എഞ്ചിനീയറുമായിട്ടും ഒക്കെ പല ആളുകളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞത്, ഞങ്ങളെപ്പോലുള്ളവരെ ഈ ബോർഡിൽ അംഗങ്ങളാക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ എന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇനി ഈ നിയമം കാരണം ബീഹാറിൽ ട്രാൻസ്ജെൻഡർമാർ ഇൻസ്പെക്ടർമാരാകുന്നു, ഷണ്ഡന്മാർ പോലീസുകാരാകുന്നു. ഇതോടൊപ്പം കിന്നർ സമുദായത്തിൽ നിന്നുള്ള ഞങ്ങളെപ്പോലുള്ളവരെ ക്ഷേമ ബോർഡിൽ അംഗങ്ങളായും വൈസ് പ്രസിഡന്റുമാരായും മാറ്റുന്നു. കിന്നർ ബോർഡിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഉൾപ്പെടെയുള്ള ചില സമാശ്വാസ തുകകളടക്കം ഇവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബോർഡ് ഇവർക്ക് വേണ്ടി പല ആനുകൂല്യങ്ങളും പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ജൂലൈ 29 നടന്ന ബോർഡിന്റെ ആദ്യ യോഗത്തിലാണ് മോദിക്കായി ഒരു വലിയ ക്ഷേത്രം പണിയണമെന്ന കിന്നർ ബോർഡ് തീരുമാനമെടുക്കുന്നത്. തുടർന്ന് ബോർഡ് നിർദ്ദേശം അത് പാസാക്കി, ഐക്യകണ്ഠേന നിർദ്ദേശം പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി 5 ഏക്കർ സ്ഥലവും സർക്കാരിൽ നിന്ന് 112 കോടി രൂപയും പ്പെട്ടിട്ടുണ്ടെന്നാണ് സിംഗ് വ്യക്തമാക്കുന്നത്. ഇതിനോടകം നിർദ്ദേശം ക്യാബിനറ്റ് സെക്രട്ടറിക്ക് അയക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാർ എന്തുകൊണ്ട് പണം നൽകുന്നില്ല? നരേന്ദ്രമോദിയുടെ കടുത്ത ഭക്തനായ സമ്രാട് ചൗധരി മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം തന്റെ ദൈവത്തിന് ഭൂമി നൽകില്ലേ എന്ന് ആണ് കിന്നർ ചോദിക്കുന്നത്. കൂടാതെ സമ്രാട് ചൗധരി കാരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഞങ്ങൾ നിറവേറ്റി. ബീഹാർ സർക്കാർ ഇതിനായി ഭൂമിയും പണവും നൽകില്ലേ എന്ന ചോദ്യത്തിന് സിംഗ് മറുപടി നൽകി. പണം കുറവാണെങ്കിൽ ഏത് വിധേനയും അതിനുള്ള പണം കണ്ടെത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിന് എത്രത്തോളം പണം നൽകാൻ സാധിക്കും അത് നൽകുക, ബാക്കി പണങ്ങളെല്ലാം തന്നെ നമ്മൾ അത് കണ്ടെത്തിക്കോളാം എന്ന നിലയിലേക്കാണ് കിന്നർ ബോർഡ് ഇപ്പോൾ എത്തുന്നത്. ഞാൻ പ്രധാനമന്ത്രി മോദിയുടെ കടുത്ത ഭക്തനാണ്. ട്രിപ്പിൾ തലാഖ്, ഹലാല എന്നീ നിയമങ്ങൾ
നിർത്തലാക്കുന്നതിലൂടെ മോദി അവരുടെ കഴിവുകൾ വികസിപ്പിച്ചും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ക്ഷേമം നേടിയതുമായ യുവാക്കളെ അപേക്ഷിച്ച് മുസ്ലിം സ്ത്രീകൾ നമ്മളെക്കാൾ സന്തുഷ്ടരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സ്ത്രീകൾക്ക് ഒരു തുല്യമായ ഒരു പ്രാധാന്യം, അതായത് പണ്ടത്തെ കാലത്ത് കോൺഗ്രസിന്റെ ഒക്കെ കാലത്ത് സ്ത്രീകൾക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവരൊക്കെ വീടിന്റെ 4 ചുവരുകളിൽ കഴിയേണ്ട ഒരു വ്യക്തികളാണ് സ്ത്രീകൾ എന്ന നിലയിലാണ് കോൺഗ്രസ് ചാപ്പ കുത്തിയിരുന്നത്. പക്ഷേ മോദി വന്നതിന് ശേഷം സ്ത്രീകൾ വീടിന്റെ 4 ചുവരുകളിൽ, അതായത് അടുക്കളയിൽ മാത്രം കഴിഞ്ഞുകൂടേണ്ടവരല്ല, അവർ പൊതുസമൂഹത്ത് വരണം, അവരും പറക്കണം, അവരും ഫിനക്സ് പക്ഷികളെ പോലെ ഉയർന്നു പറക്കണം എന്നതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പല പദ്ധതികളും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളോടൊപ്പം തന്നെ മുൻനിരയിൽ വരണം ട്രാൻസ്ജെൻഡേഴ്സുമാർ. അതുകൊണ്ട് തന്നെ അവർക്കും വേണ്ട പല ആനുകൂല്യങ്ങളും അടക്കം അവരുമായി ചർച്ച നടത്തിയതിന് ശേഷമൊക്കെ പലതരത്തിലുമുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുമുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ സ്ത്രീകളെ ദൈവത്തെ പോലെ കാണുന്ന BJP സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാരിന് നമ്മൾ ഏറ്റവും വലിയൊരു ക്ഷേത്രം ബീഹാറിൽ പണിയാൻ പോകുന്നു എന്നൊരു സന്ദേശമാണ് കിന്നർ ബോർഡ് ഇപ്പോൾ നൽകുന്നത്.